ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒപ്പരം സ്നേഹക്കൂട് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വളർത്തി നല്ല രീതിയിൽ SSLC പരീക്ഷ എഴുതുന്നതിന് കുട്ടികളെ സജ്ജമാക്കുന്നതിനായാണ് സ്നേഹക്കൂട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഹൃദയാറാം ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ റിൻസി അഗസ്റ്റിൻ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് കോട്ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് ശ്രീജ അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് OP സോജൻ പദ്ധതി വിശദീകരണം നടത്തി. സീനിയർ അധ്യാപകൻ CA അബ്ദുൽ ഗഫൂർ, സുഭാഷ്, സിന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറളം ഫാമിൽ 2024-25 അധ്യയന വർഷത്തെ SSLC വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കായി ഒപ്പരം എന്ന പേരിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇന്ന് നടക്കുകയാണ്. വിദ്യാർത്ഥികളെ പരീക്ഷ പേടി അകറ്റുന്നതിനും വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കായി ഒരുക്കുന്നതിനും രക്ഷകർത്താക്കളെ പ്രബുദ്ധരാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. വിദ്യാർത്ഥികളെ എങ്ങനെ പഠനത്തിൽ സഹായിച്ച് ഗ്രേഡ് കൂടുതൽ ലഭിക്കാമെന്നുള്ള ഒരു സാധ്യത രക്ഷകർത്താക്കൾക്ക് ബോധ്യപ്പെടുത്തുക എന്നതുകൂടി ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികളുടെ പരീക്ഷയിലുള്ള ഹാജർ നില ഉറപ്പുവരുത്തുക എന്നതുകൂടിയാണ് ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം. ഈ ക്ലാസ്സിലൂടെ രക്ഷകർത്താക്കൾക്ക് വിദ്യാർത്ഥികളെ പരീക്ഷയിൽ സഹായിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഹാജർ നില ഉറപ്പാക്കുന്നതിനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷാക്കാലമായി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനുമായിട്ടുള്ള ഒരു ചവിട്ടുപടിയായാണ് ഈ ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ അധികൃതർ കാണുന്നത്. ഒപ്പരം 2024-25 എന്ന പേരിൽ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഇവിടെ അവലംബിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ റിസൾട്ട് നമുക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും കാണാനും കഴിയും. ഇത്തവണ 71 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ആ 71 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളെ ഇവിടെ വിളിച്ചു വരുത്തി ബോധവൽക്കരണ ക്ലാസും അതോടൊപ്പം തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചും ക്ലാസ് എടുക്കുകയാണ് സ്കൂൾ അധികൃതർ. നമുക്കും അവരോടൊപ്പം ചേരാം. ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 71 വിദ്യാർത്ഥികളെയും ഉയർന്ന മാർക്കോടുകൂടി വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. മുൻകാലത്തും അങ്ങനെ പരിശ്രമിച്ചതിന്റെ ഫലം നാം കണ്ടു. 100% വിജയം നേടുന്ന, നിരന്തരമായി വിജയം നേടുന്ന ഒരു സ്കൂളായി ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂൾ മാറുകയാണ്. ഇത്തവണയും അത് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ ശോഭയോടുകൂടി 100% വിജയം കരസ്ഥമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും. ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവനാശ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.